ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തേത് നമ്മുടെ മൂന്നാർ ട്രിപ്പിൻ്റെ ഡേ 2 ആണേ. അപ്പം നമ്മൾ ഇന്നലെ ഞാൻ വീഡിയോ ഇട്ടതിൽ പറഞ്ഞിരുന്നു നമ്മൾ അവിടെ സ്റ്റേ ചെയ്തു. അത് കഴിഞ്ഞ് വൈകുന്നേരം കുറേ ലേറ്റായി ഡാൻസും പാട്ടൊക്കെ കഴിഞ്ഞ് കിടന്നുറങ്ങി. ഇത് മോർണിംഗ് വീഡിയോ ആണേ, രാവിലത്തെ വ്യൂ ആണ് കേട്ടോ. ഇത് നല്ല തണുപ്പായിരുന്നു. എന്താ പറയുക, വെള്ളത്തിനൊക്കെ നമ്മൾ ശരിക്കും ഐസ് കട്ട ഉണ്ടല്ലോ, അതുപോലത്തെ തണുപ്പായിരുന്നു കേട്ടോ. അപ്പം ഞാൻ രാവിലെ ഇതൊരു 6:30 ആയപ്പോഴത്തെ ഒരു വ്യൂ ആണേ. ഞാൻ എണീറ്റ് ബാൽക്കണിയിൽ നോക്കുമ്പോൾ ഇതിൽ കറക്റ്റായിട്ട് വീഡിയോയിൽ കാണുന്നില്ല, പക്ഷെ നന്നായിട്ട് കോട ഉണ്ടായിരുന്നു താഴേക്ക് കേട്ടോ. പിന്നെ താഴെ കിടന്നവർക്കൊക്കെ നല്ല തണുപ്പായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ വേഗം തന്നെ ഫ്രഷ് ആയിട്ട് അവിടെ നിന്ന് എണീറ്റ്, കാരണം നമുക്ക് അടുത്ത സ്ഥലങ്ങൾ കറങ്ങാൻ പോകണമല്ലോ. അപ്പോൾ എല്ലാവരും വേഗം കുളിച്ച് ഫ്രഷായി, പിള്ളേരൊക്കെ കിടക്കണുള്ളൂ കേട്ടോ. അവർ ആ സമയമാകുമ്പോൾ തട്ടിപ്പറക്കി എണീറ്റ് കുളിപ്പിച്ച് വിടാലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ അവിടുന്ന് നേരെ ഞങ്ങൾ നമ്മുടെ റൂമിൻ്റെ അവിടെ നിന്ന് കയറി കഴിഞ്ഞാലുള്ള ഹോട്ടലിൽ തന്നെ ഫുഡൊക്കെ കഴിച്ചു. പിന്നെ ഈ വണ്ടിയിലാണ് കേട്ടോ നമ്മൾ ഇന്ന് ഓഫ് റോഡ് പോകുന്നത്. ഈ വണ്ടി പിന്നെ നമ്മുടെ വണ്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ വണ്ടിയിൽ കുറച്ച് പേര് കയറും, പിന്നെ നമ്മുടെ ഒരു വണ്ടിയിലും കയറും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഈ വണ്ടിയൊക്കെ ഒന്ന് കാണുകയാണേ. നല്ല രസമുണ്ട് കാണാനായിട്ട്. ഓഫ് റോഡ് പോകുമ്പോഴൊക്കെ രസമാണല്ലോ. അപ്പോൾ ഞാൻ വെറുതെ ഒക്കെ ഒന്ന് ഇരുന്ന് നോക്കുകയാണേ. പക്ഷേ എനിക്ക് അവിടെ കയറി ഇരുന്നപ്പോൾ തന്നെ മനസ്സിലായി ഭയങ്കരമായിട്ട് കുലുക്കുണ്ടാവും എന്നുള്ളത് എനിക്ക് മനസ്സിലായി. അപ്പോൾ കുറേ നേരമൊക്കെ കുലുങ്ങിയാൽ ഭയങ്കര തലവേദനയല്ലേ. അപ്പം ഞങ്ങൾ വേറെ വണ്ടിയിലാണ് കേട്ടോ കയറിയത്. ലജീഷ് ചേട്ടൻ ഇതാ വണ്ടി ഓടിക്കുന്നു, രകീഷ് ചേട്ടൻ അപ്പോൾ ഫ്രണ്ടിലിരിക്കുന്നു, ബാക്കിൽ ഞാനും ചേട്ടനും അമ്മും പിന്നെ ഇതാ ദേവസൂര്യയും കണ്ണനൊക്കെ ബാക്കിലുണ്ട് കേട്ടോ. ഞങ്ങൾ പതുക്കെ നല്ല സ്മൂത്തായിട്ടാണ് കേട്ടോ പോയി. ലജീഷ് ചേട്ടൻ ഞങ്ങളെ പതുക്കെ കൊണ്ടുപോയത്, അധികം കുലുക്കാണ്ട്. ഞങ്ങൾക്കത് കാരണം കൊണ്ട് ആ ട്രാവൽ ചെയ്തതിൻ്റെ ഒരു ക്ഷീണേ ഉണ്ടായില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ നേരെ നമ്മളവർ കൊണ്ടുപോയത് ഒരു ലേക്കാണ് ഫസ്റ്റ് കണ്ടത് കേട്ടോ. അപ്പോൾ ഈ ലേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വ്യൂ ആണ്. ഫോട്ടോസും വീഡിയോസും എടുക്കാനൊക്കെ ഒരു അടിപൊളി സ്ഥലമാണ്. കണ്ടില്ലേ, അവിടെ ഫോട്ടോ എടുക്കാനൊക്കെ തിക്കും തിരക്കും ബഹളാണ് കേട്ടോ. കാരണം അത്രയ്ക്ക് നല്ല പച്ചപ്പൊക്കെ ആയിട്ട് നല്ല രസമായിരുന്നു കേട്ടോ കാണാനായിട്ട്. ഇത് രകീഷ് ചേട്ടൻ ഫാമിലി, ലജീഷ് ചേട്ടൻ ഫാമിലി അപ്പുറത്ത് നിൽക്കുന്നുണ്ട്. ഇതെൻ്റെ ഹസ്ബൻഡാണ്. അതേ കണ്ടോ, ഓരോരുത്തർ അവിടെ കയറി നിൽക്കുന്നുണ്ടോ ഫോട്ടോ എടുക്കാനായിട്ട്. പിന്നെ ഇങ്ങനെ നോക്കുമ്പോൾ നല്ല ഫോട്ടോസിനൊക്കെ നല്ല രസമാണ്, ഫോട്ടോസ് വീഡിയോസൊക്കെ കാണാനായിട്ട്. അപ്പോൾ അവിടെ നിന്ന് നേരെ പിന്നെ നെക്സ്റ്റ് സ്പോട്ട് എന്ന് പറയുന്നത് ഒരു തേയിലത്തോട്ടമാണ്. അപ്പോൾ തേയിലത്തോട്ടത്തിന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് റോഡ് സൈഡിലൊക്കെ കാണുന്ന പോലെയല്ല, നമുക്ക് ഉള്ളിലേക്കൊക്കെ കയറി ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ പറ്റും. അപ്പോൾ വണ്ടി ഞങ്ങളവിടെ പാർക്ക് ചെയ്തിട്ട് നടക്കുകയാണേ. അപ്പോൾ നമുക്ക് ഉള്ളിലോട്ട് കയറി അതിൻ്റെ തേയിലയുടെ ഉള്ളിലേക്കൊക്കെ ഇറങ്ങാൻ പറ്റും. നല്ല രസമാണ് കേട്ടോ കാണാനായിട്ട്. ഫുൾ പച്ചപ്പായിട്ട് കണ്ടില്ലേ, നമുക്ക് തൊട്ടടുത്ത് നിന്നിട്ട് ഫോട്ടോസൊക്കെ എടുക്കാം. ഉള്ളിലേക്ക് ഇറങ്ങാനുള്ള സ്ഥലമൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ അങ്ങനെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാനും സ്ഥലങ്ങൾ കാണാനൊക്കെ വേണ്ടിയിട്ട് ഇതാ കണ്ടില്ലേ എല്ലാവരും നിൽക്കുന്നത്. പിള്ളേരൊക്കെ അപ്പോഴേക്കും അതിനുള്ളിലൂടെ അങ്ങോട്ട് ഇറങ്ങിയിട്ടോ, കണ്ടില്ലേ. അപ്പോൾ ചെറിയൊരു വഴി ഉണ്ടാവുള്ളൂ കേട്ടോ, അത് അത്രയ്ക്ക് സ്മൂത്ത് ആവില്ല. കുറച്ച് കല്ലും ഇതൊക്കെ ആയിട്ട് ഒന്ന് ശ്രദ്ധിച്ച് വേണം ഒന്ന് ഉള്ളിലോട്ട് ഇറങ്ങാനായിട്ട്. എന്നാലും വലിയ കുഴപ്പമില്ല, നമുക്ക് നല്ല വ്യൂ ആണ്. ബാക്കിൽ നല്ല മലകളും ഒക്കെ ആയിട്ട് നല്ല രസമാണ് കാണാനായിട്ട്. അപ്പോൾ ഞാനും മോളും ഒക്കെ ഒന്ന് ഇറങ്ങി ഉള്ളിലോട്ട്, എല്ലാവരും ഇറങ്ങി കേട്ടോ ഉള്ളിലോട്ട്. നമുക്ക് ഒരു എക്സ്പീരിയൻസ് ആണല്ലോ അത്. ഇപ്പോഴും നമുക്ക് കിട്ടുന്ന ഒരു അവസരമല്ലല്ലോ അത്. നമുക്ക് തേയിലത്തോട്ടത്തിൻ്റെ ഉള്ളിലൊക്കെ കയറി നിന്ന് നല്ല പച്ചപ്പിൽ ഫോട്ടോസൊക്കെ എടുക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു സന്തോഷമുള്ളൊരു കാര്യമല്ലേ. അപ്പം ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. അത് കഴിഞ്ഞ് നേരെ പോയത് നമ്മൾ സ്ട്രോബെറി ഫാമിലേക്കായിരുന്നേ. അവിടുന്ന് നെക്സ്റ്റ് സൈറ്റ് സ്ട്രോബെറി ഫാമായിരുന്നു. ഒക്കെ കുറച്ച് ദൂരം ഉണ്ട് കേട്ടോ ഇടയിൽ. അപ്പോൾ അതാ ഞങ്ങൾ അവിടെ എത്തി. അവിടെ നല്ല എന്താ പറയുക, കുറേ സ്ട്രോബെറി നമുക്കിങ്ങനെ തോട്ടത്തിലും കാണാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് അവിടെ സ്റ്റോറിൽ നിന്ന് വാങ്ങാൻ കഴിയും കേട്ടോ. അപ്പോൾ ഇതാണ് അവിടേക്ക് പോകുന്ന ഒരു റൂട്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് സ്ട്രോബെറീസൊക്കെ അവിടെ സ്റ്റോറിൽ നിന്ന് വാങ്ങി. സ്ട്രോബെറി ജാം, പിന്നെ സ്ട്രോബെറി വൈൻ, ഇത് മൂന്നുമാണ് നമുക്ക് അവിടെ നിന്ന് കിട്ടുക. ഞങ്ങൾ 3 ബോക്സ് സ്ട്രോബെറി മേടിച്ചു. അതുപോലെ തന്നെ ഒരു ബോട്ടിൽ വൈനും മേടിച്ചു കേട്ടോ. വൈനിന് അവിടെ ഒരു പെർ ബോട്ടിൽ 400 ആണ് വരുന്നത്. നല്ല വൈനായിരുന്നു കേട്ടോ, നല്ല എന്താ പറയുക ടേസ്റ്റുള്ള ഒരു വൈനായിരുന്നു അത്. അതുപോലെ തന്നെ സ്ട്രോബെറിയും അടിപൊളിയാണ്. നമുക്കിവിടെ സൂപ്പർ മാർക്കറ്റിലൊക്കെ നമുക്ക് സ്ട്രോബെറി കിട്ടും, പക്ഷെ അതൊന്നും അത്രയ്ക്ക് ചിലതൊക്കെ പുളി അങ്ങനെയാണല്ലോ. ഇത് നല്ല മധുരവും അങ്ങനെ ഒന്നിനും ഒരു പുളിയോ അങ്ങനെ ഒന്നുമില്ല. എല്ലാവർക്കും നല്ല ഇഷ്ടമായി, എനിക്ക് നല്ല ഇഷ്ടമായി കേട്ടോ. ഞാനൊരു ബോക്സ് അങ്ങനെ ഒരു പകുതിയോളം ഞാൻ തന്നെ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നെക്സ്റ്റ് സൈറ്റ് എന്ന് പറയുന്നത് ഒരു വെള്ളച്ചാട്ടമായിരുന്നു. അവിടേക്കും കുറച്ച് ട്രാവൽ ചെയ്യണം, പക്ഷെ അത് ഭയങ്കര കഠിനമായിരുന്നു കേട്ടോ. അവിടേക്ക് പോകുന്ന വഴി എനിക്കത് ഫുള്ളും വീഡിയോ എടുക്കാൻ പറ്റിയില്ല, കാരണം എനിക്ക് എൻ്റെ ആ ഒരു സൈഡ് നോക്കുമ്പോൾ ഫുൾ കൊക്ക പോലെയാണ്. എൻ്റെ തലയൊക്കെ കറങ്ങിയിട്ട്, അതുകൊണ്ട് ഞാൻ ആ സൈഡൊന്നും വീഡിയോ എടുത്തില്ല. അവിടുന്ന് നേരെ ഇതാ വെള്ളച്ചാട്ടം. പക്ഷേ ഇത്രയ്ക്ക് വെള്ളമല്ല, ഇപ്പോൾ നമ്മൾ നല്ല ചൂടാണല്ലോ, ഈ സമയം ആയതുകൊണ്ടാണ് ഇത്ര കുറവ് വെള്ളം, അല്ലെങ്കിൽ നല്ല പോലെ വെള്ളം ഉണ്ടാവും കേട്ടോ അവിടെ. അതൊരു നല്ല അടിപൊളി സൈറ്റായിട്ട് തോന്നി എനിക്ക്. പിള്ളേരൊക്കെ അവിടെ ഇറങ്ങി കുറച്ച് നേരമൊക്കെ വെള്ളത്തിലൊക്കെ കളിച്ച് അത് കഴിഞ്ഞ് ഇതാ ഞങ്ങൾ റിട്ടേൺ പോവാൻ നിൽക്കുകയാണേ.
പോകുന്ന റൂട്ടും ഇതുപോലെ തന്നെ നല്ല എന്താ പറയുക കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു വഴിയാണ്. അത് കഴിഞ്ഞതാണ് ഞങ്ങൾ നേരെ നെക്സ്റ്റ് പോയത് വട്ടവട ഹണി മ്യൂസിയത്തിലേക്കായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെ കുറേ ടൈം ഉണ്ട് കേട്ടോ. ഞങ്ങൾ കുറേ ടൈം ഓരോ സ്ഥലത്തും നന്നായി സ്പെൻഡ് ചെയ്തു. സമയം മാക്സിമം നമ്മൾ അവിടെ അടിച്ചു പൊളിച്ച് എന്താ പറയുക കറങ്ങിയിട്ടാണ് അടുത്ത സൈറ്റിലേക്ക് പോകുന്നത്. അപ്പോൾ ഇതാണ് ലാസ്റ്റത്തെ സൈറ്റ് നമ്മുടെ കേട്ടോ ഇന്നത്തെ ദിവസത്തിലെ. ഇത് കഴിഞ്ഞ് നമ്മൾ നേരെ ഫുഡ് കഴിച്ച് അടുത്ത റൂമിലേക്ക് പോകണം. നമ്മളവിടെ റൂം വെക്കേറ്റ് ചെയ്തിട്ടാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ പ്രത്യേകിച്ച് വലിയ കാര്യമായിട്ടൊന്നും കാണാനില്ല. പിള്ളേർക്കുള്ള കുറച്ച് ആക്ടിവിറ്റീസ് ഉണ്ട്. അപ്പോൾ ടിക്കറ്റ് എടുക്കാൻ നിൽക്കുകയാണ്. പിന്നെ നമുക്ക് വല്ല സ്നാക്സോ ചായയോ അങ്ങനെ എന്തെങ്കിലും കഴിക്കാം. പ്ലസ് ഹണി നമുക്ക് ഇവിടെ നിന്ന് മേടിക്കാൻ കിട്ടും കേട്ടോ. ഇവിടെ ഒരു സ്റ്റോറുണ്ട്. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് പലതരത്തിലുള്ള ഹണി മേടിക്കാൻ കിട്ടും. ഈ ചേട്ടനാണ് നമ്മളെ കൊണ്ടുപോയി ഈ എല്ലാ സ്ഥലങ്ങളും കാണിച്ചത് ഇയാളാണ് കേട്ടോ. പിന്നെ അതാ കണ്ടില്ലേ ചെറിയ തേനീച്ചകളുടെ കണ്ടോ ഒരു ബോക്സ് വെച്ചിരിക്കുന്നത് ചെറിയ തേൻ കിട്ടാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് ഇതാണ് അവിടുത്തെ സ്റ്റോറ്. അവിടെ ഇല്ലാത്ത സംഭവങ്ങളില്ല. A to Z സാധനങ്ങൾ നമുക്ക് അവിടെ നിന്ന് മേടിക്കാൻ കിട്ടും. എന്താ പറയുക പിള്ളേർക്ക് ആവശ്യമുള്ളതും വീട്ടിലേക്ക് ആവശ്യമുള്ളതും അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉണ്ട് കേട്ടോ. ഞാനപ്പോൾ ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് ഓടിച്ചെടുത്ത വീഡിയോ ആണ്. ഡീപ്പായിട്ടൊന്നും നമ്മൾ അവിടെ നിന്നൊന്നും പർച്ചേസൊന്നും ചെയ്തില്ല. അത്യാവശ്യം വിലയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ക്വാളിറ്റിയും കണ്ടിട്ട് വലിയ കുഴപ്പമൊന്നും തോന്നുന്നില്ല. നമ്മളങ്ങനെ ഒന്നും മേടിച്ചിട്ടില്ല കേട്ടോ അവിടെ നിന്ന്. ഞങ്ങൾ വെറുതെ ജസ്റ്റ് അവിടെ കയറി ഇതൊക്കെ കണ്ടു. പിള്ളേരൊക്കെ അവിടുത്തെ ആക്ടിവിറ്റീസിൽ പിള്ളേർക്ക് അവിടെ ആക്ടിവിറ്റീസ് ചെയ്ത് നിന്നു. പിന്നെ നമ്മൾ ഒരു ഐസ്ക്രീമൊക്കെ കഴിച്ച് അവിടെ ചില്ലടിച്ച് വർത്താനൊക്കെ പറഞ്ഞിരുന്നു എന്നല്ലാതെ നമ്മൾ ഹണിയൊന്നും മേടിച്ചില്ല. സ്വീറ്റ്സൊക്കെ ഞങ്ങൾ പുറത്തുനിന്നാണ് മേടിച്ചത്. ഇവിടെ കണ്ടില്ലേ പലതരം സ്വീറ്റ്സ് ഉണ്ട്. അങ്ങനെ എല്ലാ സംഭവങ്ങളും ഉണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് തന്നെ ഇത് ഐസ്ക്രീമിനുള്ളതാണ്. പിള്ളേരുടെ ആ ഒരു മുഖവും സന്തോഷമൊക്കെ കണ്ടില്ലേ പിള്ളേരുടെ. ഇത് ഐസ്ക്രീം മേടിക്കുന്നതാണ്. ഞാനും ഒപ്പം കഴിച്ചിട്ട് ഞാൻ മാത്രമല്ല എല്ലാവരും കഴിച്ചു ഐസ്ക്രീം. കാരണം അത്ര ചൂടാണല്ലോ. അപ്പം നമ്മളവിടെ എത്തി എല്ലാവരും ഓരോ ഐസ്ക്രീമൊക്കെ കഴിച്ച് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിന്ന്. പിള്ളേരുടെ ആക്ടിവിറ്റീസാണ്. അവർ പിന്നെ ആ ടൈം അതിൽ പിള്ളേരെല്ലാം കൂടി അതെല്ലാം ചെയ്ത് നിന്നു. ഇതാണ് മൊത്തത്തിലുള്ള വ്യൂ കേട്ടോ. മുകളിൽ കയറിയ അവിടെ ഫുൾ ഹണിയുടെ എന്താ പറയുക സ്റ്റാച്യു ഫോട്ടോസ് അങ്ങനെ മൊത്തം ഹണി ഷേപ്പിലാണ് എല്ലാം ഉള്ളത്. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാനാണ് പോയത്. അത് നമ്മുടെ ഫസ്റ്റത്തെ നമ്മുടെ ആ റൂമിൻ്റെ അവിടെ തന്നെയുള്ള ഹോട്ടലിൽ നിന്ന് തന്നെ ഫുഡൊക്കെ കഴിച്ചു. ഫുഡ് കഴിക്കുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. കാരണം നമുക്ക് പെട്ടെന്ന് തന്നെ പോകണമായിരുന്നു അടുത്ത റൂമിലേക്ക്. അപ്പോൾ അവിടെ വെച്ചിട്ടാണ് നമ്മൾ റൂമൊക്കെ ബുക്ക് ചെയ്യണത്. അപ്പോൾ ഞങ്ങൾ വേഗം അവിടെ നിന്ന് ഇറങ്ങി. കുറച്ച് ടൈമുണ്ട്. ഒരു രണ്ടര മണിക്കൂറോളം ട്രാവൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടി നിർത്തിയ സ്ഥലമാണ് കേട്ടോ. ഒരു പെട്രോൾ പമ്പായിരുന്നു. അപ്പോൾ അവിടെ ചായ കുടിക്കാൻ നിർത്തി. അവിടെ നമുക്ക് സ്പെഷ്യൽ ടീ കിട്ടും. അപ്പോൾ കോഫി ഉണ്ടായില്ല കേട്ടോ അവിടെ. അപ്പോൾ കോഫിയാണ് ചോദിച്ചത്. അപ്പോൾ നമുക്ക് റിപ്പിളിൻ്റെ ടീ ആണ് കിട്ടിയത്. കുഴപ്പമുണ്ടായില്ല. നല്ല അടിപൊളി ടീ ആയിരുന്നു. ഷുഗർ കമ്മിയാണ് ഇട്ടിരുന്നത് ഞങ്ങൾ. അപ്പോൾ ഷുഗർ ഇട്ട് കഴിച്ചാൽ ഒന്നും കൂടി ടേസ്റ്റ് വരും കേട്ടോ. അത് കഴിഞ്ഞതാണ് ഞങ്ങൾ അടുത്ത് നമ്മുടെ റൂമിൻ്റെ അവിടേക്ക് എത്തി. അങ്ങോട്ട് പോവാനുള്ള വഴിയാണിത്. ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ വണ്ടിയിൽ കയറാൻ പറ്റില്ല. അവർ തന്നെ ജീപ്പിലാണ് നമുക്ക് മുകളിലോട്ട് കയറിക്കൊണ്ടുപോകാം. അപ്പോൾ ലഗേജൊക്കെ നമ്മുടെ വണ്ടിയിൽ വെച്ചാൽ മതി. നമ്മുടെ വണ്ടി അവർ കൊണ്ടുപോകുന്നുള്ളൂ. അങ്ങനെ ഇതാ ഞങ്ങൾ എത്തിയത് ബിയോണ്ട് ഹെവൻ എന്ന് പറയുന്ന നമ്മുടെ എന്താ പറയുക റിസോർട്ടിലേക്കാണ് എത്തിയത്. ഇവിടെ ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഇത്രയും വലിയൊരു ഏരിയ ആണത്. സ്വിമ്മിങ് പൂളുണ്ട്. ഇത് കണ്ടില്ലേ അവിടെയാണ് റൂം വരുന്നത്. ഊഞ്ഞാലുണ്ട്. പിന്നെ അടിയിൽ ഹട്ടുകളുണ്ട്. പിന്നെ ഇവിടെ നമുക്ക് റൈറ്റ് സൈഡിൽ കാണുന്നതാണ് അവിടെ ഫുഡ് കഴിക്കാനൊക്കെ. നമ്മൾ വൈകുന്നേരം അവിടെ ഇരുന്നിട്ടാണ് കേട്ടോ ഫുഡ് കഴിച്ചത്. അപ്പോൾ ഇത്രയും വലിയ ഏരിയ കണ്ടില്ലേ. റൂം അവിടെയാണ് കാണുന്നത്. ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സ്വിമ്മിങ് പൂളും എല്ലാം നമുക്ക് മാത്രമുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇത്രയും വലിയൊരു ഏരിയയിൽ നമ്മൾ ഈ 4 ഫാമിലി മാത്രം. പക്ഷെ അടിപൊളിയായിരുന്നു കേട്ടോ. ഇവിടെയും നല്ല കൂളിംഗ് ഉണ്ടായിരുന്നു. നല്ല രസമായിരുന്നു. ഇതായിരുന്നു കേട്ടോ റൂമിലേക്ക് വന്ന് അവിടെ ഒരാൾ സ്വിമ്മിങ് പൂളിലേക്ക് പോകാനുള്ള ഡ്രസ്സൊക്കെ ഇടാണ്. കാരണം പിള്ളേരോളൊക്കെ ഓരോരുത്തരായി അതിലേക്ക് ചാടി സ്വിമ്മിങ് പൂളിലേക്ക്. ഇപ്പോൾ ഇവനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് ബാൽക്കണി എന്നുള്ള വ്യൂ. കണ്ടില്ലേ നല്ല അടിപൊളി നല്ല രസമാണ് കേട്ടോ കാണാനായിട്ട്. ഫുള്ളും മലകളപ്പുറത്ത് ഇവിടെ നമ്മുടെ റിസോർട്ട് അങ്ങനെയൊക്കെയായിട്ട് നല്ല അടിപൊളി റൂമായിരുന്നു. നല്ല സ്പേസ് ഉണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞതാ ഇത് ബാത്റൂമായിരുന്നേ. ബാത്ത് ടബും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല അടിപൊളി ബാത്റൂമും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നു കേട്ടോ. അതും പ്രത്യേകം പറയണമല്ലോ. ഇവിടെ നമുക്ക് കുറച്ച് നേരം ഇരിക്കാം. അതുപോലെ തന്നെ ഇവിടെ ഫുഡ് വേണമെങ്കിൽ ഫുഡ് കഴിക്കാം, അല്ലെങ്കിൽ അവിടെ ഇരിക്കാം. അങ്ങനെ അതൊക്കെ നമ്മുടെ ഇഷ്ടം പോലെ. അങ്ങനെ നല്ലൊരു സ്ഥലമായിരുന്നു. അത് കഴിഞ്ഞ് അപ്പം തന്നെ എല്ലാവരും ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് സ്വിമ്മിങ് പൂളിലേക്ക് എടുത്ത് ചാടി എല്ലാവരും. പിന്നെ ഒരു 4-4.5 മണിക്കൂറോളം സ്വിമ്മിങ് പൂളിൽ തന്നെയായിരുന്നു കേട്ടോ എല്ലാവരും. അത്രയ്ക്ക് നമ്മൾ സ്വിമ്മിങ് പൂള് തകർത്ത് കളിച്ചു.
കാരണം സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങാത്ത ക്ഷീണം മുഴുവൻ അതോട് കൂടി തീർത്ത്. കാരണം ഞങ്ങൾ ഓൾറെഡി വിചാരിച്ചിരുന്നു ഇനി സ്വിമ്മിംഗ് പൂളുള്ള റിസോർട്ട് തന്നെ എടുക്കണം എന്നുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ അതിനാണ് ടൈം പോയത്, കുറേ തിരഞ്ഞിട്ടാണ് ഇത് കിട്ടിയത്. കാരണം പിള്ളേർക്ക് സ്വിമ്മിംഗ് പൂളിൽ കളിക്കാൻ വേണ്ടിയിട്ടേ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ പിന്നെ വൈകിട്ട് നമ്മൾ എവിടേക്കും ഇറങ്ങാൻ പോയില്ല, നേരെ ഇവിടെ വന്ന് സ്വിമ്മിംഗ് പൂളിൽ തന്നെയായിരുന്നു കേട്ടോ. പിള്ളേർക്ക് എത്ര കളിച്ചിട്ടും ഇറങ്ങാൻ തോന്നണേ ഇല്ലായിരുന്നു. അപ്പോൾ നമുക്കിപ്പോൾ പിള്ളേർ എന്തുകൊണ്ട് ഇറങ്ങാത്തതെന്ന് മനസ്സിലായത് നമ്മൾ അതിൻ്റെ ഉള്ളിൽ ഇറങ്ങുമ്പോഴാണ്. അത്രയ്ക്ക് രസമായിരുന്നു സ്വിമ്മിംഗ് പൂളിൽ കളിക്കാനായിട്ട്. കണ്ടില്ലേ, ഇത് എനിക്ക് ഇറങ്ങുമ്പോൾ തന്നെ നല്ല പേടിയായിരുന്നു. പക്ഷേ പിന്നെ ഇറങ്ങി കഴിഞ്ഞപ്പോഴേക്കും അത് സെറ്റായിട്ടോ. അത് കഴിഞ്ഞതാ നേരെ കുളിയൊക്കെ കഴിഞ്ഞ് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഫുഡ് ഓർഡർ ചെയ്തിരുന്നു. അപ്പോൾ ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. അപ്പോൾ താഴെ പിന്നെ വിളി വന്നു, ഫുഡൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും താഴെ പോയി ഫുഡ് കഴിക്കണം. അപ്പോൾ ഇവരുടെ കുളിയൊക്കെ കഴിഞ്ഞ് ഇവർ റെഡി ആയിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ താഴെ പോയി ഫുഡൊക്കെ കഴിച്ചു. ചപ്പാത്തി, ചിക്കൻ, എല്ലാ ഐറ്റംസും ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് അത്ര എന്തൊക്കെയോ എനിക്ക് ഓർമ്മയും കൂടി ഇല്ല സത്യം പറഞ്ഞാൽ. അങ്ങനെ ഞങ്ങൾ നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ. കുളി അത്രയും നേരം ഒരു 4-4.5 മണിക്കൂറോളം സ്വിമ്മിംഗ് പൂളിലായിരുന്നല്ലോ. അതൊക്കെ കഴിഞ്ഞ് ഫുഡ് കഴിക്കുമ്പോൾ നല്ല രസമായിരുന്നേ. അപ്പോൾ ഞങ്ങളിത് കിടന്നുറങ്ങാമെന്ന് വിചാരിച്ചപ്പോൾ രതീഷേട്ടൻ ഉറങ്ങേണ്ട, വായോ നമുക്ക് ചീട്ട് കളിക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ എണീപ്പിക്കാൻ നിൽക്കണം. രണ്ടാളുടെ ഇടയിൽ വന്ന് കിടക്കുന്നതാണ് കേട്ടോ, എൻ്റെ ചേട്ടൻ്റെ ഇടയിൽ ഞങ്ങളെ എണീപ്പിക്കാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞ് അവിടെ നിന്ന് എണീറ്റു, എല്ലാവരും ഇതാ റെഡിയായി ചീട്ട് കളിക്കാനിരുന്നു. അങ്ങനെ കുറേ നേരം ചീട്ടൊക്കെ കളിച്ച് എൻജോയ് ചെയ്തിട്ടാണ് ഞങ്ങൾ കിടന്നുറങ്ങിയത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് പിന്നെ കാണാം.